ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഗൈസ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കറൻ്റ്ലി ഞാൻ ഉപയോഗിക്കുന്ന സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. നിങ്ങൾക്കും എന്തായാലും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കും. എന്തായാലും കണ്ടു നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഉപയോഗിക്കുന്ന ഗാർണിയറിൻ്റെ മൈസലാർ വാട്ടറാണ്. ഇത് നമ്മുടെ ഫേസ്, ഞാനിപ്പോൾ ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നാലും നമ്മുടെ ഫേസിൽ നല്ല ഡേർട്ടും എല്ലാം കാണും. അപ്പോൾ നമ്മളൊരു കോട്ടൺ പാഡിങ്ങിനെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യണം. നന്നായിട്ട് നമ്മുടെ ഫേസിലുള്ള അഴുക്കും കാര്യങ്ങളും എല്ലാം റിമൂവ് ആക്കാൻ അടിപൊളി സംഭവമാണ്. എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്തു ഇത്. നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒരു മിസലർ വാട്ടർ വാങ്ങിച്ച് വയ്ക്കുന്നത് നന്നായിരിക്കും, നമ്മുടെ ഫേസിലുള്ള ഡേർട്ടും കാര്യങ്ങളെല്ലാം പോകാൻ വേണ്ടിയിട്ട്. ഞാനിത് എൻ്റെ ഫേസും നെക്കിൻ്റെ പോർഷൻസും എല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ കുളിച്ചിട്ട് വന്നതാണ്. എന്നിട്ട് പോലും ചെറിയ ഇതായിട്ട് നമുക്ക് നന്നായിട്ട് അഴുക്ക് കാണാം, ചെറുതായിട്ടല്ല നന്നായിട്ട് തന്നെ കാണാം. അപ്പോൾ നിങ്ങൾ എന്തായാലും നോക്കൂ കേട്ടോ. ഇതുപോലെ ഒന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് എന്തായാലും നമ്മുടെ ഫേസിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ മാറ്റി നന്നായിട്ട് ക്ലീനാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫേസ് ഞാൻ നമ്മുടെ കോട്ടൺ ടിഷ്യൂ വെച്ച് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഫേസിലുള്ള അഴുക്കൊക്കെ നന്നായിട്ട് ക്ലിയർ ചെയ്ത് നമ്മുടെ ഫേസ് നല്ല പോഴ്സൊക്കെ ഓപ്പൺ ആക്കി നന്നായിട്ട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ശേഷം ഞാൻ എടുക്കുന്നത് നമ്മുടെ ടോണറാണ്. ഇത് പ്ലമ്മിൻ്റെ 3% നയാസിന്നമൈഡ് റൈസ് വാട്ടർ ടോണറാണ് കേട്ടോ. ഇത് നന്നായിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് 2-3 മാസമായിട്ട് കറൻ്റ്ലി ഞാൻ 2-3 മാസമായിട്ട് ഉപയോഗിക്കുന്ന ഇതാണ് കേട്ടോ. ഇതിൽ നിയാസിന്നമൈഡ് ഉണ്ട്. ഇത് റൈസ് വാട്ടർ ടോണറാണ്, ആൽക്കഹോൾ ഫ്രീ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിലൊക്കെ നന്നായിട്ട് ഇത് അബ്സോർവ് ചെയ്യാനെല്ലാം ഹെൽപ്പ് ചെയ്യും. ഓയിലി ആക്നെ പ്രോൺ ഡ്രൈ കോമ്പിനേഷൻ സ്കിന്നുകാർക്കൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ. ഇത് പോസ്റ്റ് ടൈറ്റനിങ്ങിനും ഗ്ലോയിങ് സ്കിന്ന് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നാണ് അവർ ക്ലെയിം ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഫേസിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഇതൊന്ന് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർവ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ കുറച്ചൊരു ഡിസ്റ്റൻസിൽ വെച്ച് മാത്രമേ സ്പ്രേ ചെയ്യാവൂ, അപ്പോഴേ കറക്റ്റ് രീതിയിൽ നമ്മുടെ ഫേസിലോട്ട് കയറത്തുള്ളൂ. നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫേസ് ഷോപ്പിൻ്റെ മോയ്സ്ചറൈസറാണ്. നല്ല മോയ്സ്ചറൈസറാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കിഷ്ടപ്പെട്ട വേറെ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് സെറ്റാഫിലിൻ്റെ സൂപ്പറാണ്, സെബാമെഡിൻ്റെ സൂപ്പറാണ്, അതൊക്കെ കൊള്ളാം കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ഉപയോഗിക്കുന്ന നമ്മുടെ സെറാമൈഡ്, ഇത് ഓൾ സ്കിൻ ടൈപ്പിനുള്ള മോയ്സ്ചറൈസറാണ്. നന്നായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്ന ഒരു വാട്ടറി കൺസിസ്റ്റൻസിയാണ്. ബാരിയർ റിപ്പയർ ക്രീം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ചെറിയൊരു മണമുണ്ട് കേട്ടോ, ചെറിയൊരു സ്മെല്ലുണ്ട്. നന്നായിട്ട് ഫേസിൽ നന്നായിട്ട് അബ്സോർവ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇതൊരു ജെൽ ബേസ്ഡ് ആണ് കേട്ടോ, ഒരു വാട്ടറി കൺസിസ്റ്റൻസിയാണ്. ഇത് നന്നായി മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഫേസിലും നെക്കിലും എന്തായാലും നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. നെക്കിൽ നമ്മൾ വിട്ടു പോകാൻ പാടില്ല. നെക്സ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വിഷ് കെയറിൻ്റെ ലിപ് ബാമാണ്. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു ലിപ് ബാമാണ്. നമ്മുടെ ഒരു പിഗ്മെൻ്റഡ് ലിപ്സാണ്, അല്ലെങ്കിൽ തന്നെ നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാൻ വലിയ താല്പര്യമൊന്നുമില്ല എങ്കിലും നമുക്ക് ഇട്ടിട്ട് പോകാൻ പറ്റിയ ഒരു അടിപൊളി ലിപ് ബാമാണ് വിഷ് കെയറിൻ്റെ ഈ ലിപ് ബാം. ലിപ്സിനെ മോയ്സ്ചറൈസറാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പാക്കും. നമ്മൾ നൈറ്റിൽ അപ്ലൈ ചെയ്തിട്ട് കിടന്നാൽ രാവിലെ ആകുമ്പോൾ നല്ലൊരു പ്ലംബി ആയിട്ടും നല്ല ഒരു ഒരു സോഫ്റ്റ് ലിപ്സ് നമുക്ക് കിട്ടും കേട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സൺസ്ക്രീനാണ്. ഇത് ന്യൂട്രിജീനയുടെ സൺസ്ക്രീനാണ് കേട്ടോ. ഇത് ഫോർ ഓയിലി ആൻഡ് ഡ്രൈ സ്കിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഇതൊരു ഓയിലി കോമ്പിനേഷൻ സ്കിന്നാണ് കേട്ടോ. ഇതിൽ SPF 50++ ഉണ്ട്. അൾട്രാ ലൈറ്റാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഭയങ്കര വാട്ടറിയാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്യേണ്ട, എന്നാൽ പോലും ഇങ്ങനെ ഒഴുകി വരും. അങ്ങനെ ഉള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഫേസിലും നെക്കിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് നല്ല ഒരു സൺസ്ക്രീനാണ് കേട്ടോ. നിങ്ങളൊരു നല്ല സൺസ്ക്രീൻ നോക്കുകയാണെങ്കിൽ ഇത് നല്ലതാണ് കേട്ടോ. പിന്നെ UV ബയോറിൻ്റെ അടിപൊളിയാണ്. ഡോക്ടർ ശക്തിൻ്റെ നല്ലതാണ്. അങ്ങനെ കുറേ ഡെർമാക്കോയുടെ സൺസ്ക്രീൻ നല്ലതാണ് കേട്ടോ. എനിക്ക് ഉപയോഗിച്ചാൽ അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാവേ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കൂ. ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് പറയുന്നത് വിഷ് കെയറിൻ്റെ തന്നെ ഒരു സൺസ്ക്രീൻ ബോഡി ലോഷനാണ്. ഇത് നല്ല സൂപ്പറാണ് കേട്ടോ. നല്ലൊരു മൈൽഡ് സ്മെല്ലും നമ്മുടെ നന്നായിട്ടൊരു മോയ്സ്ചർ നൽകും. നിങ്ങളത് അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് നന്നായിട്ട് നമ്മുടെ ബോഡിയെല്ലാം മോയ്സ്ചറായിട്ട് നിൽക്കുന്നത് നമുക്ക് ഫീൽ ആവും കേട്ടോ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഭയങ്കര ചൂടാണ്, അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരു മോയ്സ്ചറൊക്കെ ആകാം. അപ്പോൾ നമ്മൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഈ മോയ്സ്ചറൈസറും ഈ സംഭവങ്ങളെല്ലാം. നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട്
എന്തായാലും സെലക്ട് ചെയ്യൂ. ഞാൻ എന്തായാലും എനിക്കിഷ്ടപ്പെട്ട കുറച്ച് പ്രോഡക്റ്റ്സാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. ചില പ്രോഡക്റ്റ്സൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇഷ്ടപ്പെട്ട കുറച്ച് പ്രോഡക്റ്റ്സ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്തായാലും ലിങ്ക് താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ. താങ്ക് യു.